പോയിരുന്നിട്ട് ആലോചിച്ചു ഇന്റർവ്യൂവിൽ കയറണോ വേണ്ടയോ. ഇത് ഏറ്റവും അവസാനം ഞാൻ തീരുമാനിച്ചു ഇന്റർവ്യൂവിൽ കയറാം. സർട്ടിഫിക്കറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഒരു ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് ചെയ്യണം. അത് നമ്മുടെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ ഫിറ്റ് ചെയ്ത് തരണം. ഞാൻ ആ ലൈബ്രറിക്ക് അകത്തിടും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ലൈബ്രറിയിൽ ഒരു മധുമതി മേഡം എന്ന് പറഞ്ഞ മേഡം. മേഡത്തിന്റെ മുമ്പ് ബുക്കൊക്കെ എടുത്ത് പരിചയമുണ്ടോ? മേഡം എന്റെ അടുത്ത് ചോദിച്ചു എന്തായാലും ഇവിടെ ഇരിക്കുന്നത്. ഞാൻ മേഡം ഒരു ഇന്റർവ്യൂ ഉണ്ട്. എന്ത് ഇന്റർവ്യൂ? SBT ഓഫീസർ പരീക്ഷ ഇന്റർവ്യൂ. പുള്ളിക്കാരൻ ചോദിച്ചു നിങ്ങൾ എന്തൊരു അഹങ്കാരമാണ് കാണിക്കുന്നത്? SBTയിൽ ഒരു ഓഫീസർ പരീക്ഷയുടെ ഇന്റർവ്യൂ ഇട്ടിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുക. അവന് മേഡം അഹങ്കാരമല്ല, എന്റെ സർട്ടിഫിക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ആലോചിച്ച് പറഞ്ഞു പോവാം. എന്നെ അകത്ത് കൊണ്ടുപോയിട്ട് ലൈബ്രറി എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. മേഡം ഇതെന്റെ ബ്രദറാണ്, അദ്ദേഹത്തിന് ഇന്നൊരു SBTയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഈ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് ഒന്ന് ഫില്ല് ചെയ്യണം. ഒന്നും നോക്കാതെ ലൈബ്രറിയിൽ നിന്ന് എനിക്ക് സൈൻ ചെയ്തത്. ഞാൻ SBTയിൽ ഇന്റർവ്യൂവിന് പോയി ആ ഇന്റർവ്യൂ കിട്ടുകയും ചെയ്തു. പക്ഷെ ഞാൻ SBT ജോയിൻ ചെയ്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് ഒരാളുടെ ജീവിതം എത്ര പെട്ടെന്നാണ് മാറി മറിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒട്ടേറെ വഴിക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ അമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 2009 ഞാൻ SBT ജോയിൻ ചെയ്യുന്നു.